ഈ നമുക്കൊന്ന് തിരുവനന്തപുരം ജില്ലയൊന്ന് സമപ്പ് ചെയ്യുമ്പോൾ സാധ്യതകളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അതൊരു വേവായി മാറിയാൽ സ്വാഭാവികമായും നമ്മുടെ ഈ ഒരു പ്രഡിക്ഷൻസ്, നമ്മുടെ കാൽക്കുലേഷനെയൊക്കെ മറികടക്കുന്ന ഒരു സാധനം ഉണ്ടായേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊന്നും ഉണ്ടായെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2021 തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് 2026 വരുമ്പോൾ ഒരു കാതലായ മാറ്റം അത് ഈ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് കിരൺ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ട്രെൻഡുകൾ തന്നെയാണോ ഇപ്പോൾ ഇവിടെ കാണുന്നത്? സജിത്തെ, ഈയാഴ്ച പറഞ്ഞതെന്ന് ഒന്ന് കൂട്ടിച്ചേർത്താൽ കഴിയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം അത് ഒരു പരിധിവരെ ഉണ്ട്. അത് ആരും നിഷേധിച്ചാലും അങ്ങനെ ഒരു വികാരമുണ്ട്. അതിൻ്റെ അളവ് എത്രത്തോളമാണ്? അത് വലിയൊരു കൊടുങ്കാറ്റായി മാറുന്നു, അതോ ഒരു ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ? സർക്കാരിന് വരുന്ന ദിവസങ്ങൾ കൊണ്ട് അതിൽ ആ വികാരത്തിന് എതിരായിട്ടുള്ള വികാരത്തിൽ കുറയ്ക്കാൻ കഴിയുന്നു? അതൊക്കെ പിന്നീട് വരേണ്ടതാണ്. അതേ പ്ലസ് ഇൻറ്റു MLA-മാരുടെ പ്രതിച്ഛായ, MLA-മാരുടെ ജനപ്രീതി. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം ജില്ലയോ ആലപ്പുഴ ജില്ലയാണെങ്കിൽ അത് പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന രണ്ട് ജില്ലകളാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ല എപ്പോഴും പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന ജില്ലയല്ല. അവിടെ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു, മറുഭാഗത്ത് MLA-മാരുടെ ജനപ്രീതി നിൽക്കുന്നു. ഈ 13 MLA-മാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 13 MLA-മാരിൽ ഭൂരിപക്ഷം പേർക്കും വലിയ തോതിലേക്ക് ഈ സർക്കാരിനെതിരെ ഇനി കടുത്ത വികാരമുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ തക്ക ജനപ്രീതിയുള്ള, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു പ്രതിച്ഛായുള്ള MLA-മാരാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ K. ആൻസലിനെ പോലെ ഒരു MLA ആയാലും, ഇനി കോവളത്ത് M. വിൻസെൻ്റ് ആയാലും, UDF-ന്റെ കോൺഗ്രസിൻ്റെ ഏക MLA ആണ് M. വിൻസെൻ്റ് ആയാലും, കാട്ടാക്കടയിൽ IB സതീഷ്, പാറശാലയിൽ CK ഹരീന്ദ്രൻ, അരുവിക്കരയിൽ G. സ്റ്റീഫൻ, നേമത്ത് V. ശിവൻകുട്ടി, തിരുവനന്തപുരത്തെ ആന്റണി രാജു മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇപ്പോൾ മത്സരിച്ചാലും കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടം മണ്ഡലത്തിൽ അങ്ങനെ വ്യക്തിപരമായ ഒരു വലിയ ആധിപത്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും അങ്ങനെ അതിനെ മറികടന്ന് ജയിക്കാൻ കഴിയുക വ്യക്തിബന്ധം ഉള്ള ഒരു നേതാവാണ്. അതുപോലെ വാമനപുരത്ത് DK മുരളി ആയാലും, നെടുമങ്ങാട് GRN ആയാലും, ഈ ചെരങ്കീഴ് V. ശശിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ആറ്റിങ്ങൽ OS അംബികയുടെ കാര്യത്തിലോ ഒക്കെയാണ് അക്കാര്യത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നത്. വർക്കല V. ജോയ് തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ അവരുടെ വ്യക്തിപരമായ വോട്ടുകൾ, ഈ വ്യക്തിപരമായ വോട്ട് ഇൻറ്റു ഭരണവിരുദ്ധ വികാരത്തിന് ഇവർ വ്യക്തിപരമായി പാർട്ടിക്ക് അതീതമായി, മുന്നണിക്ക് അതീതമായി ശേഖരിക്കുന്ന വോട്ടുകളെക്കാൾ മറികടക്കാൻ കഴിഞ്ഞാൽ അവിടെ LDF-ന് പരാജയമുണ്ടാവാം, UDF-ന് വലിയ നേട്ടമുണ്ടാവാം. അതല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുന്ന അവരുടെ വ്യക്തിപരമായ വോട്ടുകൾ, വ്യക്തിപരം എന്ന് പറയുമ്പോൾ അവർ ആ കഴിഞ്ഞ 5 കൊല്ലവും കാര്യമായ രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയവരല്ല ഈ MLA-മാരിൽ ഭൂരിപക്ഷം പേരും. അതുതന്നെയാണ് LDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി. അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുകൂലമായ ഒരു വലിയ തരംഗമൊന്നും എന്തായാലും തിരുവനന്തപുരത്ത് നിലവിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അവരിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ CPM-ഓ CPI-യോ എന്ന രാഷ്ട്രീയ പാർട്ടിക്കോ ഇടതുമുന്നണി രാഷ്ട്രീയ പാർട്ടിക്കപ്പുറം വ്യക്തിപരമായി ഇവർ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണയൊക്കെ ബലം പിടിച്ച് 2 തവണ മത്സരിച്ചവരെ വേണ്ട, ഇനി പുതിയ ആളുകൾ വരട്ടെ എന്നൊക്കെ യാന്ത്രികമായ തീരുമാനമെടുക്കുമ്പോൾ ഇത്തവണ അങ്ങനെ അതിനേക്കാൾ കടുത്ത വെല്ലുവിളിയിലേക്ക് ഇടതുമുന്നണി നിൽക്കുമ്പോൾ, CPM അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകാതെ ജയിക്കാൻ കഴിയുമെങ്കിൽ അവരെ മൂന്നാമത് മത്സരിപ്പിക്കാം എന്നുള്ള നിലപാടിലേക്കൊക്കെ വരികയും അത്തരക്കാർ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന MLA-മാരുടെ ജനപ്രീതി, ഇത് തമ്മിലുള്ള പോരാട്ടത്തിൽ എവിടെയാണ് കൂടുതൽ തൂക്കം കേൾക്കുന്നത് അവിടെയായിരിക്കും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കൂടുതൽ വിജയമുണ്ടാവുക. ഓക്കെ, ഒരു കാര്യം, നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു കാൽക്കുലേഷൻ മാപ്പാണ്, അതൊരു കീ പോയിന്റ് ആണ് എന്ന് വിശ്വസിക്കുന്നതാണ് UDF അടക്കമുള്ളവർ. LDF ഒക്കെ അത് പരസ്യമായി തള്ളിക്കളയുന്നുണ്ടെങ്കിലും നമുക്കറിയാം CPM-ന്റെ കണക്കുകൂട്ടലിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നഷ്ടം, അതിൻ്റെ ഒരു പ്രതിഫലനം 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്ന് കരുതും. കിരൺ ഒപ്പം രാകേഷ്, നമുക്ക് ഈ ട്രെൻഡിൽ സംസ്ഥാനത്തിൻ്റെ ഈ പൊതു ചർച്ചയിൽ വികസനം എന്ന അജണ്ടയ്ക്കപ്പുറം കടന്നു വരുന്ന മറ്റു വിഷയങ്ങളാണ് ഇതുവരെയുള്ളത്. ഒരുപക്ഷെ ഇനി പ്രചരണം ഔദ്യോഗികമായി ആരംഭിച്ചു കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഇതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കീ ഫാക്ടർ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ വരുത്താൻ കഴിയുന്ന സാധ്യതകൾ അത് എത്രമാത്രം ഉണ്ടാവും? അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്ന് മാറ്റാൻ കഴിയുന്ന സമയദൈർഘ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ ഫലത്തിൻ്റെ പ്രതിഫലനം എത്ര കണ്ട് ഈ നിയമസഭയിൽ ബാധിക്കുമെന്നൊരു ചോദ്യം. കിരൺ എന്ത് തോന്നുന്നു, അത് എത്ര കണ്ട് ബാധിക്കും? സജിത, ഇതിനകത്ത് പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കണക്കുകൾക്കപ്പുറത്തേക്ക് ആ കണക്കുകൾ ഉണ്ടാക്കുന്ന പ്രതീതിയാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്.
UDF സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്തുകളുടെ വിജയമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തുല്യം എന്ന് പറയാം, അല്ലെങ്കിൽ UDF നേരിയ മേൽക്കൈ എന്ന് പറയാതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ വോട്ട് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ നഗരസഭാ വാർഡുകളിലോ ഒക്കെ വോട്ട് ചെയ്യുന്നത് കടുത്ത CPM-കാരും കടുത്ത കോൺഗ്രസ്സുകാരും കടുത്ത BJP-കാരും ഒക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അവർ വിളിച്ചാൽ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാൾ, തൊട്ടയലത്ത് പക്കത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ ബന്ധുബലമുള്ളയാൾ, അല്ലെങ്കിൽ അവരുടെ ജാതിയിൽപ്പെട്ടയാൾ, അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ കൊണ്ട് അവർ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തേക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഒരു ഏകദേശം ഒരു കണക്കെടുക്കാൻ കഴിയുന്നത് അത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതും പൂർണ്ണമായി എടുക്കാൻ കഴിയില്ല. കാരണം ഈ കോർപ്പറേഷനുകളിലൊന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടെടുപ്പ് വരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ചിത്രം മാറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായ ഒരു ചിത്രമാണ് കേരളത്തിൻ്റേത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഏകദേശം പറയുമ്പോൾ അവിടെ ഒരു നേരിയ മേൽക്കൈ ഉള്ളത് UDF-നാണ്. പക്ഷേ ആകെ ഒരു പ്രതീതി ഉണ്ടായത് എന്താണ്? വലിയ തോതിൽ ഗ്രാമപഞ്ചായത്തുകളിൽ LDF-നുണ്ടായിരുന്ന ആധിപത്യം തകർക്കാൻ UDF-ന് കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ തുല്യമായിരുന്നു, അതിത്തവണ വളരെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞു. ഇതോടുകൂടി കേരളത്തിൽ ഒരു UDF തരംഗമാണ്, ഭരണവിരുദ്ധ വികാരമാണ് എന്നൊരു പ്രതിച്ഛായയോ പ്രതീതിയോ സൃഷ്ടിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം. നേരെ മറിച്ചായിരുന്നു ഒരു ഫലം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു LDF ഭരണം എന്ന രീതിയിലേക്ക് തന്നെ കേരളം ചിന്തിച്ചേനെ. സ്വാഭാവികമായും ഏത് ഭരണമാണ് വരാൻ പോകുന്നത് അതിനനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഉണ്ട്. ഒരു 4-5% ആളുകൾ ഇടതുമുന്നണി ജയിക്കുന്നെങ്കിൽ അവർക്കൊപ്പവും UDF ജയിക്കുന്നെങ്കിൽ അവർക്കൊപ്പവും ഒക്കെ ചേരുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഈ 4-5% വോട്ട് മാറിയാൽ കേരളത്തിൽ ഒരു മുന്നണിയുടെ ഭരണം തന്നെ മാറിപ്പോകും. അത്ര വലിയ വ്യത്യാസമൊന്നും LDF-ഉം UDF-ഉം തമ്മിൽ ഈ വലിയ സീറ്റുകളുടെ എണ്ണത്തിൽ വരുമ്പോൾ പോലും ഉണ്ടാവുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്ന് BJP-ക്കും നൽകുന്ന ഒരു അനുകൂല ഘടകം ഇതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയാകെ BJP-യുടെ ഒപ്പമായി എന്നുള്ള തിരുവനന്തപുരത്തെ ആകെ മറ്റ് സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ മേഖലകൾ പരിശോധിച്ചാൽ BJP-ക്ക് എവിടെയും ഒരു കാര്യമായ പ്രകടനം, ഒരു ആവറേജ് പ്രകടനം പോലും BJP-ക്ക് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനം എവിടെയുമില്ല. വല്ലാതെ പിന്നിൽ പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ അത് ഒരിക്കലും ചർച്ചയാവുന്നില്ല. UDF-നെ സംബന്ധിച്ചും അങ്ങനെ UDF-നായാലും BJP-ക്കായാലും ആ തരത്തിൽ രണ്ട് മെച്ചപ്പെട്ട ഫാക്ടറുകളുണ്ട്. ഈ പലപ്പോഴും സൈത്ത് ആദ്യം ചോദിച്ചാൽ വികസനമാണോ ചർച്ച എന്നൊക്കെ പറയും. നമ്മളൊരു സർവേക്ക് ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ വികസനം എന്നുള്ളതൊക്കെ ചിലപ്പോൾ ആദ്യ ഘടകമായി പറഞ്ഞേക്കും. പക്ഷേ പാർട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വികസനത്തിൻ്റെ കാര്യത്തിൽ വികസനം കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ഏറ്റവും അവസാനത്തെ സമയത്ത് വരുന്ന ചെറിയ ഫാക്ടറികൾ പോലും അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വികാരം. ഇപ്പോൾ ശബരിമല ഒരു ഘട്ടത്തിൽ ഫാക്ടർ ആയോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് ഇപ്പോഴും തർക്ക വിഷയമാണെങ്കിൽ പോലും അങ്ങനെ വൈകാരികമായ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ അതിനനുസരിച്ച് പൊടുന്നനെ മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ പൂർണ്ണമായും വിലയിരുത്തി ആ ഭരണത്തിൻ്റെ നേട്ടകോട്ടങ്ങൾ നോക്കി ആരാണ് ഏത് മുന്നണിയാണ് നല്ലത് ചീത്ത എന്നൊക്കെ നോക്കി വോട്ട് ചെയ്യുന്നൊരു അവസ്ഥയേക്കാൾ കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ ഏറ്റവും മാസ്റ്റർ പോയിന്റുകൾ ഏറ്റവും അവസാന നിമിഷത്തേക്ക് സൂക്ഷിക്കുന്നതും ആ സമയത്ത് എങ്ങനെ അത്തരമൊരു വികാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഉദാഹരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് NSS-ൻ്റെ ജനറൽ സെക്രട്ടറി ഏറ്റവും വോട്ടിൻ്റെ അന്ന് രാവിലെ പറയുന്നു ഇത് കേരളത്തിൽ അയ്യപ്പൻ വിശ്വാസിക്കെതിരെ നിന്ന് പിണറായി സർക്കാരിനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും കേരളത്തിൽ പിണറായിക്കെതിരായ NSS-ൻ്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അത് മറുഭാഗത്ത് വേറൊരു തരത്തിലേക്കുള്ള ഒരു വികാരം കൂടി പിണറായിക്ക് സർക്കാരിന് അല്ലെങ്കിൽ ഇടത് സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ നിന്ന NSS-നെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. അങ്ങനെ അവസാന നിമിഷം വരുന്ന വികാരം അതിപ്പോൾ ഒരു മുസ്ലിം വികാരം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വികാരം ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ മതവികാരം ഇതൊക്കെ ഉണ്ടാകുന്ന ചെറിയ പോയിന്റുകളിൽ നിന്ന് പോലും ഉണ്ടാവാം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അത്തരം ഐക്യപ്പെടലുകൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകളൊക്കെ പലപ്പോഴും ഒരു മുന്നണിയുടെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു കാര്യം രാകേഷ്, നമ്മൾ തിരുവനന്തപുരം പറഞ്ഞു പോയപ്പം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ തീരദേശത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 3 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇടതുപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിലേക്ക് വരിക, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പ്രകടമായിരുന്നു. പക്ഷേ ഈ തവണത്തെ ഫലത്തിൽ അത് തീരദേശം ഏറെക്കുറെ LDF-നെ കൈവിട്ട മട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു ദുസ്സൂചനയല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലെ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ തീരദേശം ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് ഒരു കീ ഫാക്ടറായി മാറില്ലേ? തീർച്ചയായും സഹിത്ത് അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം നോക്കുകയാണെങ്കിൽ LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആധിപത്യമുണ്ട് എങ്കിൽ പോലും
തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആന്റണി രാജു മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട മുഖം CPM-ന് വേണ്ടി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഏതായാലും CPM കേന്ദ്രങ്ങളടക്കം പറയുന്നത്. TM തോമസ് ഐസക്കിന്റെ അടക്കം പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത്തരം മുതിർന്ന നേതാക്കളെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പരമ്പരാഗതമായി തിരുവനന്തപുരം മണ്ഡലം UDF-ന് ഒരു ആധിപത്യമുള്ള മണ്ഡലമാണ്. കോവളമാകട്ടെ അത്തരത്തിൽ LDF-ൽ നിന്ന് മത്സരിക്കുന്നത് നിലവിൽ ജനതാദളാണ്. ഇപ്പോൾ ആ സീറ്റിന് വേണ്ടി RJD അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സീറ്റും ഏറ്റെടുക്കണമെന്ന അഭിപ്രായം CPM-നകത്തും ശക്തമാണ്. സ്വാഭാവികമായും ഈ 2 സീറ്റുകളിലും CPM മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഈ തീരദേശം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാകുമെന്ന് തന്നെ സംശയമില്ല. മാത്രമല്ല കിരൺ പറഞ്ഞതിന് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തേക്ക് CPM-ന് വലിയ അല്ലെങ്കിൽ LDF-ന് വലിയ ക്ഷീണമില്ല എന്ന് പൊതുവെ അത്തരം കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് എല്ലാ നഗരസഭകളും വിജയിക്കാൻ സാധിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ജില്ലാ പഞ്ചായത്ത് ഇത്തവണയും LDF നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകൾ നോക്കുമ്പോൾ, പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നതെന്ന് പറയപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ നിലവിൽ 10 സീറ്റ് എന്ന് പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അവിടെ ബലാബലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 15 സീറ്റുകളാണ് LDF വിജയിച്ചിട്ടുള്ളത്, 13 സീറ്റിലേക്ക് UDF വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നിട്ടുണ്ട്. തീർച്ചയായും സജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ബലം സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ അതൊരു ഏകപക്ഷീയമായില്ല. 2016-ലെയോ 2021-ലെ പോലെയോ LDF-ന് ഒരു ഏകപക്ഷീയമായ മുന്നേറ്റമായിരിക്കില്ല ഉണ്ടാവുക. നിലവിലെ കണക്കിനനുസരിച്ച് 14-ൽ നിന്നൊരു 9-ലേക്കോ അല്ലെങ്കിൽ 8-ലേക്കോ താഴേക്ക് LDF-ന്റെ സീറ്റ് നില പോവുകയാണെങ്കിൽ പിണറായി 3.0 എന്ന പ്രചാരണം അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കിരൺ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമുക്ക് തിരുവനന്തപുരം ജില്ലയെ പരാമർശിക്കുമ്പം നിയമം ഒന്ന് പ്രത്യേകം പരാമർശിച്ച് പോവേണ്ടി വരുമല്ലോ. അതുകൊണ്ടുകൂടിയാണ് BJP നിയമത്തേക്ക് തിരികെ വരുമോ എന്ന ചോദ്യം. അതിനുമപ്പുറം നിയമം CPM-നെ കൈവിടുമോ എന്ന കാര്യമായിരിക്കും ഒന്നുകൂടി പ്രസക്തമാവുക എന്ന് തോന്നുന്നു. അതിൽ ശിവൻകുട്ടി തന്നെ അവിടെ കാൻഡിഡേറ്റ് ആവുമ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു കോൺഗ്രസ് ഒരു ബിഗ് ഫൈറ്റിന് അവിടെ തയ്യാറായില്ലെങ്കിൽ അത് ശിവൻകുട്ടിക്ക് തിരിച്ചടിയാവാനുള്ള രാഷ്ട്രീയ ചിത്രം അവിടെ ഉണ്ടാക്കില്ലേ? എന്താണ് കിരൺ നിരീക്ഷിക്കുന്നത്? സജിത്ത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കെ മുരളീധരൻ്റെ അതുവരെയുള്ള രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളോ നിലപാടില്ലായ്മയോ ഒക്കെ മാറ്റി നിർത്തിയാലും കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേമത്ത് മത്സരിക്കാൻ തയ്യാറായി എന്നതോടുകൂടി കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം നേമത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ തവണ BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് LDF-ന് ജയിക്കാനോ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കെ മുരളീധരനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി നേമത്ത് മത്സരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരനെ പോലെ ആളിന് കേരളത്തിൽ പല സ്ഥലത്തും മത്സരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും RSS-നെ പരാജയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി, സംഘപരിവാറിൻ്റെ ഒരു അക്കൗണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി, സ്വയം ജയിക്കാനല്ല LDF ജയിക്കാൻ വേണ്ടി കെ മുരളീധരൻ സഹായിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു നിലപാടിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒക്കെയുള്ള നിലപാടിലേക്ക് തൃശ്ശൂരിൻ്റെ തോൽവിയൊക്കെ അതിൽ ഒരു ഘടകമായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു നേതാവ് ആ തരത്തിലുള്ള പിന്തുണ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ LDF-ൽ നിന്നോ ഒന്നും അങ്ങനെ ഒരു പിന്തുണ ഇത്തരം ഒരു പോരാട്ടത്തിന് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു നേതാവ് ഇത്തവണ ആരെങ്കിലും തയ്യാറാകുമോ? കെ മുരളീധരൻ അന്ന് തയ്യാറായതുപോലെ ഇനി എന്തായാലും മുരളീധരൻ തയ്യാറാവില്ല എന്നത് ഉറപ്പാണ്. മറ്റാരെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് തയ്യാറാകുമോ? സൈത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രസക്തി അവിടെയാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവ് UDF-ന് മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ BJP-ക്കുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. LDF-ഉം UDF-ഉം ശക്തമായി മത്സരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ LDF-നായാലും UDF-നായാലും ഇതിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ജയിക്കാൻ കഴിയൂ. 3 മുന്നണികളും ഒരുപോലെയാണ് മത്സരിക്കുന്നതെങ്കിൽ നിയമത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണെങ്കിൽ അങ്ങനെ 3 മുന്നണിയും മത്സരിച്ചാൽ അതിനിടയിൽ നിന്ന് BJP-ക്ക് ജയിക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ LDF-ഉം UDF-ഉം BJP-യും ഒരുപോലെ മത്സരിക്കുകയാണ് നേമത്തെങ്കിൽ നേമത്ത് അവിടെ BJP-ക്ക് ജയിക്കാനുള്ള ചാൻസ് വളരെ കുറയുകയാണ്. കാരണം കോൺഗ്രസിലേക്ക് അവിടുത്തെ തീരദേശ മേഖലയടക്കം വരുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ BJP-ക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇതെല്ലാം ചേരുന്ന അവരുടെ വോട്ട് കൂടി നിർണായകമായ ഒരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നതും LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ്. BJP-യെ സംബന്ധിച്ച് അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നില്ല എങ്കിൽ സ്വാഭാവികമായും അവിടെ BJP-ക്ക് കഴിഞ്ഞ മുൻകാലങ്ങളിലെ കണക്കുകൾ നോക്കിയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നോക്കിയാൽ ഒരു കടുത്ത പോരാട്ടത്തിലേക്കോ വേണമെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയിലേക്കോ ഒക്കെ നീങ്ങാനുണ്ട്. എന്തായാലും അത് കണക്കാക്കി തന്നെയാവും. കാരണം നിയമത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചാലും LDF-നെ സംബന്ധിച്ചാലും ജയം പരാജയം അത് ആ ഒരു നിയമമണ്ഡലത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് കേരളത്തിലാകെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. BJP-ക്കെതിരെ ഞങ്ങളൊരു ദുർബലമായ സ്ഥാനാർത്ഥിയെ LDF നിർത്തിയാലും UDF നിർത്തിയാലും അത് കേരളമാകെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. പലയിടത്തും ചെറിയ ശതമാനമെങ്കിലും വോട്ടിനെ അത് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും
കരുത്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ തന്നെയാവും എന്തായാലും രണ്ട് മുന്നണികളും ശ്രമിക്കുക. LDF-ൽ നിന്ന് വി ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് ഇതുവരെയും പുറത്തു വരുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും UDF-ൽ നിന്ന് ആര് എന്നുള്ളതാണ് ഇനി ഏറ്റവും കൗതുകമുള്ള വിഷയം. എന്തായാലും NDA-യിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ആണെന്നത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.